പത്തരമാറ്റിൻ പൊന്നും പുടവയും. ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട. നമസ്കാരം. തിരുവല്ലയിലെ പൊടിയാടിയിൽ ബസിന്റെ വാതിൽപ്പടിയിൽ നിന്നും വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക്. ഇന്ന് രാവിലെ 8:30 പൊടിയാടി ജംഗ്ഷനിലായിരുന്നു സംഭവം. സ്റ്റോപ്പിൽ നിർത്തിയ ബസ് നീങ്ങിത്തുടങ്ങവേ കുട്ടി പിൻവശത്തെ വാതിൽപ്പടിയിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. മാവേലിക്കര തിരുവല്ല റൂട്ടിൽ ഓടുന്ന രഘുമോൻ എന്ന ബസ്സിൽ നിന്നുമാണ് കുട്ടി തെറിച്ചു വീണത്. സംഭവശേഷം നിർത്താതെ പോയ ബസ് പിന്നാലെ കാറിലെത്തിയ മനുകുമാർ എന്നയാൾ കാവുംഭാഗം ജംഗ്ഷനിൽ വെച്ച് തടഞ്ഞു നിർത്തി ജീവനക്കാരെ വിവരം അറിയിച്ചു. തങ്ങളുടെ ബസ്സിൽ നിന്നും ആരും താഴേക്ക് വീണിട്ടില്ലെന്ന് പറഞ്ഞ ജീവനക്കാർ മനുകുമാറിനോട് തട്ടിക്കയറി. തുടർന്ന് ചുറ്റും കൂടിയ നാട്ടുകാരും ബസ് ജീവനക്കാരും തമ്മിൽ തർക്കമായി. ഇതിനിടെ മറ്റ് യാത്രക്കാരുടെ യാത്ര മുടങ്ങാതിരിക്കുവാൻ പോലീസ് ഇടപെട്ട് ബസ് വിട്ടയക്കുകയായിരുന്നു. കണ്ടു കുട്ടി വീഴുന്ന കണ്ടിട്ടാണ് നമ്മൾ ഓടി ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടി സൈഡിലേക്ക് മാറി ഇരുന്ന് കരയുകയായിരുന്നു. അപ്പം അവന് അച്ഛനെ വിളിക്കണമെന്ന് പറയുന്നു. നമ്മൾ ചോദിച്ചു, അവർ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മോനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അച്ഛനെ വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കൂടെയുള്ള ആളുകൾ കൈ ഫ്രാക്ചർ ആയത് കണ്ടിട്ട് കൂടെയുള്ള ആളുകൾ മാറിയപ്പോൾ പെട്ടെന്ന് വണ്ടി വിട്ടുപോയത് കണ്ടപ്പം എനിക്ക് ശരിക്കും അവരോട് സംസാരിക്കണം തോന്നി. ഞാൻ വണ്ടി ചേസ് ചെയ്യാൻ പോയിരുന്നു. വണ്ടി ബ്ലോക്ക് ചെയ്ത് ഞാൻ കാവുംഭാഗത്ത് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കണ്ടില്ല, നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് കുട്ടി വീണ്ടും കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നില്ല, ഞങ്ങൾക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ വണ്ടി വെച്ചിട്ട് ഞാൻ തിരിഞ്ഞ് കറങ്ങി കണ്ടക്ടർ ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. ഒരു കുട്ടിയോട് ചോദിച്ചപ്പം, അതേ യൂണിഫോമിലുള്ള ഒരു കുട്ടിയോട് ചോദിച്ചപ്പം ആ കുട്ടിയാണ് നമ്മളോട് പറഞ്ഞത് അവൻ ചാടിയെന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് തിരിഞ്ഞ് ചാടിയെന്ന് നോക്കിയപ്പോൾ ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ടാണെന്ന് ഞാനോട് വിശദീകരിച്ച് പറഞ്ഞിട്ടും കുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് കുട്ടി ചാടിയെന്ന് പറഞ്ഞു. വേറെ മറ്റു വണ്ടികൾ വന്നിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ മകനല്ലല്ലോ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. നമ്മൾ ഓഫീസിന് പോകേണ്ട സമയം ആയതുകൊണ്ടും കൃത്യമായിട്ട് അവർ വണ്ടി വിട്ടുകൊടുക്കണമെന്നും പോലീസുകാർ പറഞ്ഞതുകൊണ്ടും ഞാൻ പിന്നീട് അങ്ങ് മാറുകയായിരുന്നു. അറിയില്ല, 3-4 പേര് അവിടെ കുട്ടിയെ നോക്കുന്നുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് ഡോറുള്ള ബസ്സിലേക്ക് കയറുന്നതിനിടയിൽ ഡോർ അടയുകയും ബസ് മുന്നോട്ടെടുക്കുകയും ചെയ്തതിന് പിന്നാലെ കുട്ടി പുറത്തേക്ക് വീഴുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല. ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹ ഡിസൈനർ ബ്യൂട്ടി നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിങ്, ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു. കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും. nihaboutique.com എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം. കോൺടാക്ട് 7902296725.